ദേ അങ്ങനെ നമ്മുടെ കനക വന്നിട്ട് നമ്മുടെ നവ്യയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്. വെറുതെ വാദിക്കുകയല്ല, പാഡ് വച്ച് കെട്ടി നടന്നൊരു ഗർഭത്തിൻ്റെ കാര്യമൊക്കെ അന്നുണ്ടായിരുന്നല്ലോ, ആ സംഭവം എടുത്തിടുകയാണ് നമ്മുടെ കനക. കനക പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം ഞാനിവിടെ വന്നിട്ട് പോയപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും മറന്നിട്ടൊന്നുമില്ല. പക്ഷേ അന്ന് എൻ്റെ മോള് കാണിച്ചതിൽ വലിയ തെറ്റൊന്നുമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് അവൾക്ക് ഗർഭമില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അഭി അവളെ കല്യാണം കഴിക്കില്ലായിരുന്നു. പിന്നെ അഭി അവളോട് ചെയ്ത തെറ്റിൻ്റെ ഒന്നും പകുതി പോലും തെറ്റ് അവൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കനക. മുത്തശ്ശനും എല്ലാവരും ഇത് കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകണം. അതായത് നമ്മുടെ പത്തരമാറ്റ് സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകണമെങ്കിൽ അതിന് മുമ്പായിട്ടൊരു കാര്യം ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ പറയട്ടെ, മറവിക്കാരിയാണ് ഞാൻ. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ, നമുക്ക് നേരെ ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കനക വന്നിരിക്കുകയാണ്. മകൾക്ക് വിശേഷമുണ്ട് എന്നുള്ള സന്തോഷം അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നവ്യ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ കനകയോട് പറഞ്ഞിരിക്കുകയാണ്. അഭിയുടെ കുഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം. അങ്ങനെ നമ്മുടെ കനക എന്ത് ചെയ്തെന്നോ, നമ്മുടെ നവ്യയുടെ കയ്യിലും പിടിച്ചിട്ട് പറയുകയാണ്, വാ, ഇത് എന്തായാലും ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പരം നാണക്കേട് ജീവിതത്തിൽ വരാനില്ല. എന്തായാലും ഇതൊക്കെ ചോദിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യയുടെ കയ്യും പിടിച്ച് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശനോട് സംസാരിക്കുകയാണ്. ഇത് കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം എപ്പിസോഡ് തീർന്നത്. അപ്പോൾ ഇന്ന് എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ കനക ചോദിക്കുകയാണ്, മൂർത്തി സാറേ, ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. എൻ്റെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദേ ഈ നിൽക്കുന്നത് അഭിയുടേതല്ലെന്നാണ് അഭി പറയുന്നത്. എങ്കിൽ പിന്നെ ഈ അഭി തന്നെ പറയണം അത് ആരുടെ കുഞ്ഞാണെന്നുള്ളത്. ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമല്ലേ ഈ വാക്കുകൾ. എൻ്റെ കുഞ്ഞ് എനിക്ക് അധികം പറ്റൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. എന്നാലും വേണ്ടിയില്ല, എൻ്റെ മകളെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് നമ്മുടെ കനക. എന്നിട്ട് കനക പറയുകയാണ്, എൻ്റെ മകൾ ഈ കഴിഞ്ഞ തവണ, അതായത് ഏറ്റവും ലാസ്റ്റ് തവണ, അതായത് വളക്കപ്പ് ചടങ്ങിൻ്റെ കാര്യം കേട്ടോ, അന്ന് വന്ന സമയത്ത് ഇവിടെ നടന്ന പുകലും കാര്യങ്ങളും ഒക്കെ ഞാൻ മറന്നിട്ടില്ല. എല്ലാം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് എൻ്റെ മകള് പറഞ്ഞതിനേക്കാൾ വലിയ കള്ളത്തരങ്ങളും ആക്ഷേപങ്ങളുമാണ് ഈ നിൽക്കുന്ന അഭി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെറ്റിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എൻ്റെ മകൾ ഒരിക്കലും എനിക്ക് അധികം പറ്റില്ല. ഞാൻ എൻ്റെ മകളെ കൂട്ടിപ്പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കനക പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പിന്നീട് നാളൊരു സമയം എൻ്റെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവിടെ ഇട്ട് തന്നെ കൊല്ലാൻ മടിക്കില്ല. എന്തെങ്കിലും കലക്കി കൊടുത്ത് കൊല്ലോ ഇല്ലയോ എന്നൊക്കെ ആർക്കറിയാം എന്നിങ്ങനെ പറയുകയാണ്. അത് കേട്ടിട്ട് മുത്തശ്ശൻ പറയണേ, അങ്ങനെയൊക്കെ സംഭവിച്ചാലുണ്ടല്ലോ ഇവർ രണ്ടുപേരും പിന്നീട് ഈ പടിക്ക് പുറത്താണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കനക പറയുകയാണ്, എൻ്റെ പൊന്ന് സാറേ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം ഇവരെ പുറത്താക്കിയിട്ട് എന്താ കാര്യം? ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോയി എന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കനകം. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, എന്തായാലും കനക ഇനി കുറച്ച് ദിവസം മകളുടെ കൂടെ കഴിയുക, മകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ കൂടാൻ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അഭിയുടെ അമ്മയുടെ മോന്തയൊക്കെ ഇങ്ങനെ ആവുകയാണ്. അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയനെ കൂടി പറയുകയാണ്, അമ്മ എന്തായാലും അമ്മ പോകണ്ട, മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ. അപ്പോൾ മുത്തശ്ശനും പറയുകയാണ് പോകണ്ടെന്ന്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ കനക ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം, എന്തായാലും അമ്മയും സാറും ഒക്കെ പറഞ്ഞതല്ലേ, ഞാൻ ഒരു 2-3 ദിവസം ഇവിടെ നിൽക്കാം, അല്ലാതെ ഒരുപാട് ദിവസമൊന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ കനക പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കനക ചെന്നിട്ട് നമ്മുടെ ഗോവിന്ദനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദനോട് പറയാണ്, ഗോവിന്ദേട്ടാ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എന്താ ഇപ്പോൾ ഗോവിന്ദേട്ടനോട് പറയുന്നത്? എന്നിട്ട് പെട്ടെന്ന് തന്നെ കനക ഓർത്തു, മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം ഗോവിന്ദനെ അറിയിക്കേണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുകയാണ് നമ്മുടെ കനക. എന്നിട്ട് പറയണേ, ഇവിടെ ഒരു കുഴപ്പമില്ല ഗോവിന്ദേട്ടാ, ഇവിടെ എല്ലാവരും പറയുകയാണ് എന്നോട് 2-3 ദിവസം കഴിഞ്ഞേ വരാവോളെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ അമ്മ പറഞ്ഞത് ഇവിടെ കുറച്ച് നാൾ നിൽക്കാനാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് അതിനൊന്നും വയ്യ. ഞാൻ ഇങ്ങനെയായാലും കൂടിപ്പോയാൽ 3 ദിവസം, അതിനുശേഷം ഞാൻ അങ്ങോട്ട് തന്നെ വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, എൻ്റെ കനകെ, ഒരുപാട് ദിവസമൊന്നും നീ അവിടെ നിൽക്കാനൊന്നും ഞാൻ നിന്നോട് പറയില്ല. ഒന്നാമത്തെ കാര്യം, നീയും ഈ ജലജയും തമ്മിൽ ഒട്ടും ചേരില്ല. അപ്പോൾ നീ എത്രയും പെട്ടെന്ന് വരണം
അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയണ അത് തന്നെയാണ് ഗോവിന്ദേട്ടാ ഞാനും പറയുന്നത്. എനിക്കാണെങ്കിൽ ആ ജലജയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അവളെ ഓരോ ചൊറിയുന്ന വർത്തമാനമൊക്കെ കേട്ടാലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അവിടേക്ക് വരികയാണ് നമ്മുടെ നയന. അങ്ങനെ നമ്മുടെ കനക പറയണ ഗോവിന്ദേട്ടാ ദേ നമ്മുടെ മോള് നയന വന്നിട്ടുണ്ട്, ഫോൺ ഞാൻ അവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നയന ചോദിക്കുകയാണ്, അച്ഛന് സുഖം തന്നെയാണോ, നന്ദു എന്ത് ചെയ്യുന്നു, നന്ദു പഠിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദൻ പറയണ, എൻ്റെ മോളെ നീ നിൻ്റെ അമ്മയെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ, നിൻ്റെ അമ്മ ജലജയുമായിട്ട് ചേരൂലെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ, അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നീ അവളെ ഒന്ന് കൺട്രോൾ ചെയ്തോളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ നയന പറയണേ, ഇല്ല അച്ഛൻ പേടിക്കണ്ട, അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷം ഫോണൊക്കെ കട്ട് ചെയ്യുകയാണ്. നമ്മുടെ കനക പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ അഭിയുടെ കാര്യമാണ് പറയുന്നത്. മോളെ നയനെ, ശരിക്കും പറയുകയാണെങ്കിൽ നവ്യമോളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നവ്യമോൾക്ക് ഒട്ടും ചേരാത്തൊരു ചെറുക്കനാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഏറെക്കുറെ അവളുടെ സ്വഭാവവും അവൻ്റെ സ്വഭാവത്തോട് ഒത്തുവരുന്ന രീതിയിലുള്ളതും തന്നെയാണ്. പക്ഷേ എന്നാലും നീ തന്നെയാണ് മോളെ ഭാഗ്യവതി, നിൻ്റെ ഭർത്താവ് നിന്നെ കൈവെള്ളയിലല്ലേ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക ആദർശിനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നയന പറയണ, അമ്മേ അങ്ങനെ ഒന്നും പറയണ്ട അമ്മേ, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. എന്ത് കുറവാണ് ഉള്ളത് ആദർശിന്? എനിക്കങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് നമ്മുടെ നയന. അപ്പോൾ നമ്മുടെ കനക പറയണ, വേണ്ട മോളെ, നീ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്, എന്തായാലും അമ്മയോട് പറ. ഇല്ല അമ്മേ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൈസിനങ്ങ് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ നയന. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ കനക ആലോചിക്കുകയാണ്, ഇവളെന്താ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം, എന്തുകൊണ്ടായിരിക്കും, ഇനി അവർ തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധമൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ കനകത്തിന് ഓർമ്മ വരുന്നത്, നമ്മുടെ കനകം മുമ്പൊരിക്കൽ അവിടെ വന്ന് താമസിച്ച സമയത്തിന് കനകം നമ്മുടെ നയനയുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആ നിലത്ത് പായ മടക്കി വെച്ചിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇതെന്തിനാ നിലത്ത് പായെന്ന് വയ്ക്കുമ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ ഇടയ്ക്കൊക്കെ നിലത്ത് ഇറങ്ങിക്കിടക്കും, ചൂട് കൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയണം, അതിനിവിടെ എ സി ഒക്കെ ഉണ്ടല്ലോ, ഒന്നാമത് ഇത്രയും തണുത്തുള്ള എ സി തണുത്തുള്ളതെന്നല്ല, തണുപ്പുള്ള എ സി വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം ഓർമ്മ വരികയാണ്. അപ്പോൾ ഉടനെ കനക ആലോചിക്കുകയാണ്, ഇവർ തമ്മിൽ ഇനി അങ്ങനെ ആ ഒരു ബന്ധം ഇല്ലേ, എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് വെക്കുകയാണ് നമ്മുടെ കനക. അതേസമയം നമ്മുടെ ആദർശ് ലാപ്ടോപ്പിലിരുന്ന് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ നയന. ചെന്നിട്ട് പറയാണ്, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് പറയുകയാണ്, ആദർശേട്ടൻ ഏറ്റവും നല്ല ഉത്തമ പുരുഷൻ എന്നാണ് എൻ്റെ അമ്മയുടെ വയ്പ്പ്, പക്ഷേ ആദർശേട്ടൻ്റെ കയ്യിരിപ്പ് എനിക്കല്ലേ അറിയൂ എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ആദർശേട്ടന് എന്താ ഇപ്പോൾ കാര്യം? അല്ല, എൻ്റെ അമ്മ പറയുന്നത് ആദർശേട്ടൻ നല്ല സ്വഭാവക്കാരനാണെന്നാണ് പറയുന്നത്. നമുക്കല്ലേ അറിയൂ ആദർശേട്ടൻ്റെ സ്വഭാവം. അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ നയന. ചെന്നിട്ട് പറയണം, എൻ്റെ അമ്മ പറയുന്നതേ ആദർശേട്ടനെ പോലെയുള്ള നല്ലൊരു പയ്യനെ കിട്ടണം എന്നുണ്ടെങ്കിലേ തപസ് ചെയ്യണമെന്നൊക്കെ എൻ്റെ അമ്മ പറയുന്നത്, ആദർശേട്ടൻ ഒരു നല്ല പുരുഷനാണെന്നൊക്കെയാണ് എൻ്റെ അമ്മ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ അടിക്കുകയാണ് നമ്മുടെ നയന. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയണം, അതെന്താ സത്യമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്, ആദർശേട്ടനും ഉണ്ടല്ലോ കുറേ കുറവുകൾ, എനിക്കെന്ത് കുറവാണ് ഉള്ളത്? ആദർശേട്ടൻ സ്വയം അങ്ങോട്ട് ചിന്തിച്ച് നോക്കും. ഈ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യമൊന്നും മറ്റാർക്കും അറിയില്ലല്ലോ, അതൊന്നും ആരോടും പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് നയന. എന്നിട്ട് നയന ഇറങ്ങി ഒരു പോക്കങ്ങ് പോവുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ കനകയുണ്ടല്ലോ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ഹോളിൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നേരെ മൂർത്തി മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കനക. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കണം, അല്ല കനകയുടെ ദേഷ്യമൊക്കെ മാറിയോ? എന്തൊരു ദേഷ്യമായിരുന്നു ഇത് എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയണേ, എൻ്റെ കനകേ, നീ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിൻ്റെ മൂത്ത മോള് കാണിച്ച ആ ഒരു നെറുകേടിനുണ്ടല്ലോ, അതായത് പാഡ് വെച്ച സംഭവം, അതിൻ്റെ പേരിലുണ്ടല്ലോ ശരിക്കും നവ്യയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാൻ മുന്നും പിന്നും ഒന്നും നോക്കാതെ അപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാനെ. പിന്നീട് ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾ ചെയ്യുന്നവരെയൊന്നും ഞങ്ങൾ ഈ വീട്ടിൽ വച്ച് പൊറപ്പിക്കുന്നവരല്ല. പിന്നെ അന്നേരം ഞാനങ്ങ് നമ്മൾ സഹിച്ചത് എന്താണെന്നറിയാമോ? നയനമോളെ ഓർത്തിട്ടാണ്. നവ്യമോളെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമ്പോൾ നയനമോൾ ഇവിടെ നിൽക്കില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് മാത്രമാണ്.
എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പണ്ട് പണ്ട് തൊട്ടേ അഭിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏകദേശം അവനെ പോലെ സ്വഭാവ വൈകല്യമുള്ള ഒരു കുട്ടിയാണ് നവ്യയും. എന്നാൽ നവ്യയ്ക്കൊരു വിഷയം വന്നപ്പോൾ അവൾക്ക് ഒപ്പം നിന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ തെറ്റില്ല എന്നറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ അവളെ ഭർത്താവാണെങ്കിലോ നേരെ തിരിച്ചായിരുന്നു. അഭി അവളെ വിശ്വസിക്കാനും തയ്യാറായില്ല, അവളുടെ ഭാഗം കേൾക്കാൻ കൂടി തയ്യാറായില്ല. അപ്പോൾ ഇനി കനക ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നിൽക്കുന്ന അത്രയും ദിവസം നവ്യയെ നന്നായിട്ട് ഉപദേശിക്കുക. അഭിയെ എങ്ങനെയെങ്കിലും നല്ലൊരു പുരുഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ എന്താ നമ്മുടെ നവ്യയ്ക്ക് കൊടുക്കണം എന്നാണ് മുത്തശ്ശിയും പറയുന്നത്. അപ്പം നമ്മുടെ കനകം പറയുകയാണ്, ഞാൻ സാറ് വിഷമിക്കേണ്ട, ഞാനത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് പറഞ്ഞ് എൻ്റെ മോളെ മനസ്സിലാക്കിയേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. കാരണം നന്ദുവിനെ ഒന്ന് വിളിക്കാനുള്ള വകുപ്പില്ല, നന്ദു ഇങ്ങോട്ട് വിളിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അഥവാ വിളിച്ചാലോ ഫോൺ എടുക്കത്തുമില്ല. അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ കോള് വരികയാണ്. നമ്മുടെ അനിക്ക് സന്തോഷമാവുകയാണ്. അനി പറയണു, ഓ ഇവളുടെ ശബ്ദം ഒന്ന് കേട്ടോളാൻ വയ്യാഞ്ഞിരിക്കുകയായിരുന്നു, എന്തായാലും ഇവള് വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നന്ദു പറയാണ്, അമ്മ എങ്ങ് എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്താ നന്ദു, നിൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു ക്ഷീണം പോലെ, പണ്ടത്തെ കണക്കൊന്നും അല്ലല്ലോ, നീ ആകെ വാടി തളർന്നു പോയല്ലോ, നിനക്ക് കൂടി അമ്മയുടെ കൂടെ ഇങ്ങ് വരായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു അനി, പക്ഷേ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല, അതുകൊണ്ടാണ്. എന്താ അവർ സമ്മതിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ഫോൺ വയ്ക്കുകയാണേ എന്നിങ്ങനെ പറയുകയാണ്. അതിന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയില്ലല്ലോ നന്ദു, വേണ്ട ഇത്രയൊക്കെ മതി. എന്നാൽ നമുക്ക് വീട്ടിൽ വന്നില്ലേ കാണാൻ പറ്റാതെ ഉള്ളൂ, നമുക്ക് പുറത്തുനിന്ന് കണ്ടൂടെ, നന്ദു ഒന്ന് പുറത്തേക്ക് വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അനി. അപ്പോൾ നന്ദു പറയണം, പറ്റില്ല അനി, എന്തായാലും അനാമികയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അപ്പോൾ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പുറത്ത് വെച്ചാൽ അങ്ങനെ അനാമിക കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും, അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് നന്ദു. അപ്പോൾ അനി പറയണേ, എൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത് അനാമികയല്ല, എങ്ങനെ നടക്കണം, ഏത് രീതിയിൽ നടക്കണം എന്നൊക്കെ ആലോചിക്കുന്നത് ഞാനാണ് എന്നിങ്ങനെ പറയുകയാണ് അനി. അപ്പോൾ നന്ദു പറയാണ്, പറ്റില്ല ഇനി നമ്മൾ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു ഫോൺ കട്ട് ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ കനക ഇങ്ങനെ സിറ്റ് ഔട്ടിൽ കാലും വെച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി. അപ്പോഴത്തേക്ക് അങ്ങോട്ട് വരികയാണ് അനി വന്നിട്ട് ചോദിക്കുകയാണ്, ആൻറ്റി വന്നപ്പോൾ എന്താ നന്ദുവിനെ കൂടി കൊണ്ടുവരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ നോക്കുകയാണ് കനക. അപ്പോൾ തന്നെ നമ്മുടെ അനി ചോദിക്കുകയാണ്, അല്ല ആൻറ്റി, നന്ദു എന്നോട് പറഞ്ഞു ആൻറ്റിയും അങ്കിളുമാണ് വിടാഞ്ഞതെന്ന്. അവളെ വിളിച്ചോ അനിയെ, എപ്പോഴാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അനി പറയാണ്, അവൾ കുറച്ച് നേരത്തെ വിളിച്ചായിരുന്നു, ആൻറ്റി ഇവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ അവളാ പറഞ്ഞത് ആൻറ്റിയാണ് സമ്മതിക്കാഞ്ഞെന്ന്. ഓ, അല്ലെങ്കിൽ തന്നെ അവൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാ മോനെ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്നേ, അവൾ അവിടെ എങ്ങനെ നിൽക്കട്ടെ, അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന ആർക്കും അത്ര കണ്ടുകൂടാ അവളെ. പിന്നെ അവളെന്നല്ല, നമ്മളെ ആർക്കും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ ആരും വരുന്നത് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ അവളും കൂടെ ഇങ്ങോട്ട് വരുന്നത്. മോൻ്റെ വിവാഹവും കാര്യങ്ങളൊക്കെ ആയതല്ലേ, മോൻ പോയാൽ എൻ്റെ കാര്യം നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നന്ദു പഴയതുപോലെയല്ല ആൻറ്റി, നന്ദുവിന് നല്ല വിഷമമുണ്ട്, നന്ദുവിൻ്റെ വിഷമം എന്താണെന്ന് ആൻറ്റി ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന അവിടെ വന്ന് നിൽക്കുകയാണ്. നയനയെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അനി കാണുന്നില്ല. എന്നാൽ നമ്മുടെ കനകയാണെങ്കിൽ നമ്മുടെ അനി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ കണ്ണും കവളൊക്കെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നയന കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ, നന്ദുവിനെ കുറിച്ചൊക്കെ കിഴിച്ച് ചോദിക്കും. ചിലപ്പോൾ അറിയാണ്ട് വല്ലതുമൊക്കെ പറയേണ്ടി വരും, അതുകൊണ്ട് ഇങ്ങനെ കണ്ണും കവളുമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനി അതൊന്നും കാണുന്നില്ല. പിന്നീട് അനി തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നയനയെ കാണുന്നത്. അപ്പോൾ അനി പറയുകയാണ്, അല്ല ഏട്ടത്തി, നന്ദുവിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അത് ഏട്ടത്തി ഒന്ന് ഇടപെടണം, ഏട്ടത്തി അത് ചോദിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യണം എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, അതിന് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, എന്നിട്ട് എനിക്കെന്താ ചോദിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അനി പറയുകയാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും അവൾ എന്നോടൊന്നും പറയാറില്ല,
ഏട്ടത്തി തന്നെ അതിന് തിരക്കി മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ നയന അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പഠിക്കാറില്ലേ എന്നും പഠിക്കാൻ പോണില്ലേ എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ് ഇപ്പോൾ അവൾ പഠിത്തത്തിനൊക്കെ ഉഴപ്പാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നയന പറയുകയാണ്, അനി പറഞ്ഞല്ലോ അമ്മേ, അനി പറയുന്നത് കേട്ടല്ലോ, നന്ദുവിനെ അമ്മ കൊണ്ടുവരാഞ്ഞതാണെന്ന്. എന്താ അമ്മേ അതിന് കാരണം? അവൾ ഇവിടെ വന്ന എന്താണ് പ്രശ്നം? അവൾക്ക് നമ്മളെ കാണണമെന്നൊക്കെ ആഗ്രഹം തോന്നില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക പറയണേ, എൻ്റെ മോളെ അതുകൊണ്ടൊന്നും അല്ല അവളെ കൊണ്ടുവരാഞ്ഞത്. ഈ വീട്ടിൽ നമ്മൾ തന്നെ വരുന്നത് ഇവിടെ ഉള്ളവർക്ക് അധികപ്പറ്റാണ്. അപ്പോൾ പിന്നെ അവളെയും കൂടെ കൊണ്ടുവന്നാലുള്ള കാര്യം പിന്നെ പറയണോ? പിന്നെ അവൾക്കാണെങ്കിൽ നമ്മളെപ്പോലെ ക്ഷമയൊന്നുമില്ല. അവൾ പരമാവധി നിന്നെ ഓർമ്മിച്ചിട്ടാണ് അവൾ സഹിച്ചൊക്കെ ഇരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ജലജയൊക്കെ എന്ത് പറഞ്ഞാലും. പക്ഷേ എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്നില്ല. വെറുതെ എന്തിനാ മോളെ ഒരു സീൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകം അങ്ങനെ തടി തപ്പുകയാണ്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എൻ്റെ റിവ്യൂവിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അങ്ങനെ, അത് എന്ത് കാര്യമായാലും കൊള്ളാമെങ്കിൽ അങ്ങനെ, കൊള്ളില്ലെങ്കിൽ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് കാണാനായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റ് കാണാനായിട്ട് അത്രയ്ക്ക് ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എന്താ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, ലൈക്ക് കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ കമൻറ്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു എപ്പിസോഡിൻ്റെ കിടിലൻ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും